ഹായ് ഹലോ പ്രൈസ് ദി ലോർഡ്. ഡോണ്ട് ജഡ്ജ് എനി വൺ. ആരെയും വിധിക്കരുത്. നമ്മൾ പലപ്പോഴും ഒരാളെ കാണുമ്പോൾ അയാളോട് സംസാരിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ അയാൾ അറിയുന്നതിന് മുന്നേ അയാളുടെ അപ്പിയറൻസ് വെച്ചിട്ട് അയാളുടെ വേ ഓഫ് ടോക്കിങ് വെച്ചിട്ട് നടപ്പൊക്കെ വെച്ചിട്ട് ആൾക്കാരെ ജഡ്ജ് ചെയ്യാറുണ്ട്. ഇയാളിങ്ങനെയാണ്, ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരിത്. പക്ഷേ ഡോണ്ട് എവർ ജഡ്ജ് എനി വൺ. ബിക്കോസ് നമുക്ക് ആരും കടന്നു പോകുന്ന സാഹചര്യങ്ങൾ അറിയില്ല, അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന് അറിയില്ല, അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നറിയില്ല, വേർ ദേ കംസ് ഫ്രം എന്നറിയില്ല. അപ്പോൾ നമ്മൾ അവരെ കുറ്റം പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരുടെ കുറവുകൾ പറയുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവരിങ്ങനെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. നമുക്ക് നഷ്ടമെന്ന് പറയുന്നത് നമ്മുടെ എനർജിയാണ്. വേണ്ടാത്ത നെഗറ്റിവിറ്റീസാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സോ സ്റ്റോപ്പ് ജഡ്ജിങ് പീപ്പിൾ. അതുകൊണ്ട് നമുക്ക് ഉപയോഗമില്ലാത്തിടത്തോളം കാലം നമ്മളതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് എൻ്റെ മമ്മിയും എൻ്റെ ഒരു ഫ്രണ്ടും ആണ്. അപ്പോൾ വർക്കിലെ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ഹി ടോൾഡ് മീ ദാറ്റ് ആൻഡ് യു കെ നോട്ട് ജഡ്ജ് ദം ബൈ വാട്ട് യു ആർ സീയിങ്. നീ കാണുന്നത് വെച്ച് നിനക്ക് അവരെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് സ്റ്റിൽ നിനക്ക് ആ മുഴുവൻ സ്റ്റോറി അറിയില്ല. ഐ വാസ് തിങ്കിങ് യെസ്, എനിക്കറിയില്ല അവരെന്താണ് ഗോ ത്രൂ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മൾ ഒരാളെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ ആദ്യത്തെ പ്രവൃത്തി കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ സംസാരം, അവരുടെ നടപ്പൊന്നും കണ്ടിട്ട് ആരെയും ജഡ്ജ് ചെയ്യാതിരിക്കാം. കർത്താവ് ആരെയും ജഡ്ജ് ചെയ്തിട്ടില്ല. വേശ്യയായ സ്ത്രീയെ പോലും കല്ലെറിയാനായിട്ട് കർത്താവിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തുമ്പോൾ കർത്താവ് കുനിഞ്ഞിരുന്ന് നിലത്ത് എഴുതിക്കൊണ്ടായിരുന്നു. അത് കർത്താവ് പ്രൈവസിയെ മാനിച്ചതുകൊണ്ടാണ്. എത്ര പേര് കല്ലെറിയുന്നോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെ മുഖഭാവം എന്താണെന്നോ അവരുടെയൊക്കെ പെരുമാറ്റം എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ അവർ എംപാരസഡ് ആയിട്ട് ഫീൽ ചെയ്യരുത് എന്ന് ഓർത്തിട്ടാണ് കർത്താവ് കുനിഞ്ഞിരുന്ന് എഴുതിക്കൊണ്ടിരുന്നത്. സോ നമ്മുടെ സ്വർഗീയ പിതാവിന് ഇത്രയും ക്ഷമയുണ്ട്. തെറ്റ് ചെയ്തവരോട് പോലും കർത്താവ് ക്ഷമിക്കുന്നുണ്ട്. കർത്താവിനെ അവരെ ഒന്നും ജഡ്ജ് ചെയ്യണ്ട എങ്കിൽ നമ്മളെന്തിനു ചെയ്യണം? ഇറ്റ്സ് ഓൾ അബൌട്ട് ദ എനർജി. നമ്മൾ എത്രത്തോളം നെഗറ്റീവ് എനർജിയിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമോ അത്രയും നമ്മൾ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. നമുക്കാരെയും ജഡ്ജ് ചെയ്യണ്ട. ആരെങ്ങനെയാണോ അവരങ്ങനെ തന്നെ ആയിരിക്കട്ടെ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ അവർ കുറച്ചും കൂടി നന്നാക്കാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്റ്റാർട്ട് പ്രേയിങ് ഫോർ ദം. കാരണം പ്രാർത്ഥനയ്ക്ക് മനുഷ്യരെ മാറ്റാനുള്ള ശക്തിയുണ്ട്. അപ്പം അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ ഗുഡ് ഡേ.